എല്ലാവർക്കും ബിരുദമെന്ന ലക്ഷ്യത്തോടെ കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിവിധ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. യൂണിവേഴ്സിറ്റിയുടെ UG, PG പ്രവേശനത്തിന് ഓഗസ്റ്റ് 25 വരെ ഓൺലൈനിലൂടെ അപേക്ഷിക്കാനാവുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതിരാജ് അറിയിച്ചു. 16 UG, 14 PG പ്രോഗ്രാമുകളാണ് ആരംഭിക്കുന്നത്. 16 UG പ്രോഗ്രാമുകളിൽ 4 4 വർഷ കോഴ്സാണ്. +2 PDC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാവും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സൗകര്യമുള്ള സമയക്രമം തിരഞ്ഞെടുക്കാനാവുമെന്ന് വൈസ് ചാൻസലർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരുപാട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 29 വീട്, കഴിഞ്ഞ വർഷം 19 വീട്, ഈ വർഷം 15 വീട്, ഈ വർഷം 14 വീട്, ഏലിയൻമേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലേബറിന് ഫ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം. പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷ മലയാളത്തിലല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇതവണ തൊട്ട് മലയാളത്തിലാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കുകയാണ്. ഇതവണ സ്റ്റഡി മെറ്റീരിയൽ മലയാളത്തിൽ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രോസസ് ചെയ്യുകയാണ്. സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ LS, പിന്നെ മൊബൈൽ ആപ്പ് ഉണ്ട്, പിന്നെ റെക്കോർഡഡ് വീഡിയോ. ഈ പ്രൈവറ്റൈസേഷൻ ഇതൊന്നുമില്ല. അവർ പറയുന്ന ഫീസ് കുറവാ, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള രീതി, അത് ശരിക്കും തെറ്റാണ്. അതായത് അവർ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വാങ്ങുന്നു, പിന്നെ എല്ലാം ബാക്കിയുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഹൈ ഫീസ് വാങ്ങിച്ചിട്ടാണ്, അത് മറച്ചു വെച്ചിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായി? ഇതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്ന് കുറെ കോളേജ് അധ്യാപകർ ഇതിന്റെ പിന്നിലുള്ള ഒരു സ്വാർത്ഥ താല്പര്യമാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അത് ഇപ്പൊ ആൾട്ടർനേറ്റീവ് ഉണ്ട്. എല്ലാ കുട്ടികൾക്ക് റെഗുലർ കോളേജിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ആൾട്ടർനേറ്റീവ് ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മുടെ ശ്രീനാരായണ സീറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല, ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റും. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് TC വാങ്ങിക്കാതെ തന്നെ ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾക്ക് ചേരുന്നതിലൂടെ വർഷങ്ങളുടെ സമയ ലാഭവും ഉണ്ടാവും. മാറിവരുന്ന വിദ്യാഭ്യാസ രീതിക്കും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകിയാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നത്. MOC കോഴ്സുകൾ പഠിക്കുന്നതിന്റെ കൂടെ ഇന്റേൺഷിപ്പിനും പ്രൊജക്ടിനും അവസരമുണ്ടാവും. UGC മാനദണ്ഡപ്രകാരം 50ഓളം നൈപുണ്യ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും വിവിധ വിദേശ ഭാഷാ പഠനവും ഈ വർഷം ആരംഭിക്കും. കോഴ്സുകൾ നടത്തിപ്പിന് പട്ടാമ്പി റീജിയനുകളിൽ 9 കോളേജുകളെ തിരഞ്ഞെടുത്തതായും വൈസ് ചാൻസലർ അറിയിച്ചു. പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ C. വനജ, Dr. P. ദീപ, Dr. ലതിക എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.